അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തിനെ പറ്റിയായിരിക്കും ഞാൻ പറയാൻ പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം. തുടരും എന്ന ചിത്രത്തെ പറ്റിയാണ്. അല്ലാതെ മലയാള സിനിമയിൽ വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല, അതാണ് അവസ്ഥ. അപ്പോൾ തുടരും എന്ന ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് ആയിട്ടുള്ള കളക്ഷൻ വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞ ആ കാര്യത്തിൽ എനിക്ക് തെറ്റി. ഞാൻ നേരത്തെ തന്നെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, രാവിലെ തന്നെ പറഞ്ഞു, ഇതിൻ്റെ കളക്ഷൻ പ്രവചിക്കാനേ പറ്റാത്ത ലെവലിലാണ് പോകുന്നത്. ഇതിൻ്റെ ടിക്കറ്റ് ബുക്കിംഗ് നമ്മൾ ഇന്നേ വരെ കാണാത്ത രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ കളക്ഷൻ പ്രവചിക്കുക വയ്യാത്ത അവസ്ഥയിലാണ്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഒരു 15 കോടിക്ക് അടുത്തുള്ള കളക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം രാവിലെ ആയപ്പോൾ എനിക്ക് 15 കോടി തികയുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പ്രവചനങ്ങളെയും കണക്കൂട്ടലിലെയും എല്ലാം തെറ്റിക്കൊണ്ട് 15,75,00,000 എന്നുള്ള കൂറ്റൻ ഗ്രോഫിലേക്കാണ് ഈ ചിത്രം നീങ്ങിയിരിക്കുന്നത് എന്ന് പറയാം. വലിയ ഹൈപ്പൊന്നും ഇല്ലാത്ത ഒരു കൊച്ചു ചിത്രം. 15,75,00,000 രൂപയാണ് ആദ്യ ദിന കളക്ഷൻ. ഇതിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, കഴിഞ്ഞ എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമാണ് കിങ് ഓഫ് കൊത്ത. ദുൽഖർ സൽമാൻ്റെ കിങ് ഓഫ് കൊത്തയാണ് മികച്ചു നിൽക്കുന്നതെന്നൊക്കെയുള്ള ചില അഭിപ്രായങ്ങൾ വന്നു. അപ്പോൾ 7ാം സ്ഥാനത്ത് വേൾഡ് വൈഡായിട്ട് ആദ്യ ദിന കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ 7ാം സ്ഥാനത്ത് ഇത്രയും നാൾ നിന്നത് കിങ് ഓഫ് കൊത്ത എന്ന ചിത്രമായിരുന്നു. 15,50,00,000. അത് മറികടന്നു എന്നുള്ളതാണ്. മോഹൻലാലിൻ്റെ ഒരു കൊച്ചി ചിത്രം വലിയ ഹൈപ്പോടെ എത്തിയ ദുൽഖർ സൽമാൻ്റെ കിങ് ഓഫ് കൊത്ത എന്ന ചിത്രത്തെ മറികടന്നു. പ്രത്യേകതയായിട്ട് നമ്മൾ കാണേണ്ടത് തിയേറ്ററിൻ്റെ എണ്ണം കൂടുതലായിരുന്നു, ഷോയുടെ എണ്ണം കൂടുതലായിരുന്നു. എങ്കിൽ പോലും ആ ചിത്രത്തേക്ക് മറികടന്ന് ഈ കൊച്ചു ചിത്രം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പം ഈ ടൈം 10 മണി അല്ലാതെ ഇച്ചിരിയൊക്കെ നേരത്തെയൊക്കെ ഇത് പണം റിലീഫ് ചെയ്ത് തിയേറ്ററിൻ്റെ എണ്ണമൊക്കെ കൂടുതലുണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? എൻ്റെ വല്ലാത്ത ലെവലിലേക്ക് ഈ ചിത്രം മാറി. ചിലപ്പോൾ എമ്പുരാനെയൊക്കെ തകർത്തുകൊണ്ട് മുന്നേറുന്നൊരു ചിത്രമായി മാറിയേനെ. ഏതായാലും അതൊന്നും സംഭവിച്ചില്ല. കാരണം 10 മണിക്ക് ഷോ തുടങ്ങിയുണ്ട്, 4 ഷോ മാത്രമേ കളിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് വേറെ ഒരവസ്ഥയാണ്. അതുപോലെ 220 തിയേറ്റർ അങ്ങാണ്ടേ ഉള്ളായിരുന്നു റിലീഫ് ചെയ്തത്. അതെല്ലാം ഈ ചിത്രത്തെ ബാധിച്ചിട്ടില്ല, കളക്ഷനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവർ റെക്കോർഡൊന്നും പ്രതീക്ഷിച്ചില്ല, പിന്നെ ആൾക്കാർ പറഞ്ഞ് ഹൈപ്പൊന്നും കൊടുത്തില്ല. അങ്ങനെയാണ് ചിത്രം ഇറക്കിയത്. പക്ഷേ ചിത്രം ഇറങ്ങിക്കഴിഞ്ഞപ്പം ഹൈപ്പായി മാറി എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ യൂട്യൂബ് ചാനലുകളും റിവ്യൂ ചെയ്തവർ 2ഉം 3ഉം പ്രാവശ്യം റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക ഈ ചിത്രത്തെ പറ്റി. എത്ര പറഞ്ഞാലും തീരാത്ത പോലെ. ഇന്ന് തന്നെ എൻ്റെ നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. എത്ര പറഞ്ഞാലും തീരത്തില്ല, അതാണ് അവസ്ഥ. നമ്മൾ പുതിയ വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പല തിയേറ്ററുകളിലും ഷോയുടെ എണ്ണം കൂടുന്നു, അതുപോലെ തിയേറ്റർ ഉത്സവപ്പറമ്പാകുന്നു. എമ്പുരാനെ പോലും കാണാത്ത തിരക്ക് ഈ ചിത്രത്തിന് അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത അവസ്ഥയാണ്. 3ാം ദിവസത്തെ നമ്മുടെ ബുക്കിംഗ് നോക്കുമ്പോൾ 28,000 ഒക്കെയാണ് ഓരോ മണിക്കൂറിലും കടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 4 ലക്ഷത്തിന് മുകളിൽ ഇന്നും പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. ആ ലെവലിലാണ് ബുക്കിങ്. അതുപോലെ 4,33,320 ടിക്കറ്റ് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് വിറ്റുപോയെന്ന് പറഞ്ഞപ്പം 2025 ഇറങ്ങിയ മലയാള സിനിമ തന്നെയല്ല, ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ബുക്ക് മൈ ഷോ മുഖേന വിറ്റുപോയ ചിത്രങ്ങളിലെ ഏറ്റവും വലിയ ടിക്കറ്റ് ബുക്കിംഗ് ആയി ഇന്നലെ നടന്നിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ആ അവസ്ഥയിലേക്ക് ഈ ചെറിയൊരു ചിത്രം തുടരും എന്ന ചിത്രം മാറിയപ്പം നമ്മൾ ഇതിനെപ്പറ്റി ഘോര സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം പുതിയ റെക്കോർഡുകളും പുതിയ ചരിത്രങ്ങളുമായിട്ടാണ് ഒപ്പം ഇങ്ങനെ മുന്നേറുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, വേൾഡ് വൈഡായിട്ട് 15,75,00,000 നേടി എന്ന് പറയുമ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്ക് വരുന്നുണ്ട്. അത് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് നേടിയത് 90 ലക്ഷം രൂപയാണ്. കേരളം ഒഴിച്ചുള്ള ബാക്കി സംസ്ഥാനങ്ങളിൽ നിന്ന് നേടിയത് 90 ലക്ഷം രൂപയാണ്. അത് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് കർണാടകത്തിലാണ്, 45 ലക്ഷം രൂപ. തിയേറ്ററിൻ്റെ എണ്ണം വളരെ കുറവായിരുന്നു, എന്നിട്ട് പോലും 45 ലക്ഷമാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് നേടിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഏകദേശം 2 കോടിയെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന്, കേരളം ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് 2 കോടിയെങ്കിലും പ്രതീക്ഷിക്കുന്നു. അതൊക്കെ ഒരു വല്ലാത്ത കണക്കാണ്. 90 ലക്ഷമൊക്കെ ആദ്യ ദിവസം തന്നെ നേടുക എന്ന് പറയുന്നത് ഒരു വൻ സംഭവമായി. വലിയ ഹൈപ്പൊന്നും ഇല്ലാത്ത ഒരു ചിത്രം. അതുപോലെ ഓവർസീസിൽ നിന്ന് ഈ ചിത്രം നേടിയിരിക്കുന്ന 9,75,00,000 രൂപ.
9,75,00,000 രൂപയാണ് ഓവർസീസിൽ നേടിയിരിക്കുന്നത്. ബാക്കി 6 കോടി രൂപ ഇന്ത്യയിൽ നിന്നാണ് നേടിയിരിക്കുന്നത്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും കേരളത്തിൽ നിന്നുമാണ് 6 കോടി രൂപ. അങ്ങനെ 15,75,00,000 രൂപയാണ് ആദ്യ ദിനം ഇത് കരസ്ഥമാക്കിയിരിക്കുന്നത്. അതുപോലെ ഇന്നലത്തെ കാര്യം അത് നമ്മൾ പറഞ്ഞു. ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമാണെന്ന് തോന്നുന്നു. ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞു, ഇതുപോലെ ഇന്നത്തെ കളക്ഷനെ പറ്റി പ്രവചിക്കാൻ ഞാൻ ശക്തനല്ല. കാരണം എവിടെ ചെന്ന് നിൽക്കുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. ഇന്നലെ വൈകുന്നേരം രാത്രി കിട്ടിയ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി കിട്ടിയ കണക്ക് പ്രകാരം ഏകദേശം 3,77,00,000 രൂപയാണ് അഡ്വാൻസ് പ്രീഫെയിൽ ബുക്കിങ്ങിലൂടെ ഇത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ റിലീസ് ചെയ്തപ്പം ഈ ചിത്രം നേടിയത് 2.5 കോടി 2.32 കണ്ടായിരുന്നു ആദ്യത്തെ ദിവസത്തെ പ്രീസെയിൽ. അപ്പോൾ ഇത് 5 കോടിക്ക് മുകളിൽ നേടിയിട്ട് 5 കോടിക്ക് മുകളിൽ നേടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 15,75,00,000 നേടിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് 3,77,00,000 പ്രീഫെയിലൂടെ ഇന്ന് ശനിയാഴ്ച ദിവസം നേടിയിട്ടുണ്ടെങ്കിൽ ഈ ചിത്രം ഏകദേശം 8 കോടിയൊക്കെ ഇന്ന് കേരളത്തിൽ നിന്ന് കളക്ഷൻ പ്രതീക്ഷിക്കാൻ തോന്നുന്നു. അപ്പോൾ വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം എനിക്ക് തോന്നുന്നു 25 കോടിക്കൊക്കെ അടുത്ത് എത്താനുള്ള സാധ്യതയാണ് ഇന്ന് തുറന്ന് കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ 25 കേടുവാണെങ്കിൽ, അങ്ങനെയെങ്കിൽ നാളെ കൊണ്ട് ഇത് 50 കോടിയിലേക്ക് കടക്കും. അപ്പം നമ്മുടെ അടുത്ത പ്രവചനം കൂടെ ശരിയാവുന്നുണ്ട്. കാരണം നാളെ കൊണ്ട് 50 കോടി കടക്കുന്ന ഒരു ചിത്രമായിട്ട് ഒരു പക്ഷേ തുടരും മാറുമെന്ന് രാവിലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു. അത് സത്യമാകുന്ന കാര്യമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കളക്ഷൻ നമ്മളെ ഞെട്ടിക്കുന്ന കളക്ഷൻ തന്നെയായിരിക്കാം. കേരളത്തിൽ നിന്ന് 8 കോടിക്കടുത്തുള്ള ഒരു കളക്ഷൻ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. തിയേറ്ററിൻ്റെ എണ്ണം കൂട്ടിയുന്നുണ്ട്. ഇന്നലെ വരെ 220 തിയേറ്റർ ആയിരുന്നു. ഇന്ന് 100 തിയേറ്ററും കൂടെ കൂടി 400ഓളം സ്ക്രീനുകളിൽ കാണിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം കളക്ഷൻ്റെ വർധനമുണ്ടാകുന്നുണ്ട്. പല തിയേറ്ററുകളും ചിത്രം ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കാറുണ്ട്. പലരും ചിത്രം കൊടുക്കാൻ പറ്റുന്നില്ല. ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും ചിത്രം ഒരു ഗംഭീര വരവേൽപ്പാണ് തുടരുമെന്ന ചിത്രം നമുക്ക് തരുന്നത്. അത് തിയേറ്ററിൻ്റെ എണ്ണത്തിൽ നോക്കിയാലും, അതുപോലെ ഷോയുടെ എണ്ണം നോക്കിയാലും, ആൾക്കാരുടെ പ്രതികരണങ്ങളിൽ നിന്ന് നോക്കിയാലും എല്ലാം നമുക്ക് മനസ്സിലാവും. ഒറ്റ നെഗറ്റീവ് പ്രതികരണം പോലും ഇല്ല. പലരും നെഗറ്റീവ് പ്രതികരണം നടത്താൻ വേണ്ടി എന്ത് പറഞ്ഞ് നെഗറ്റീവ് ചെയ്യും എന്നുള്ള അവസ്ഥയിലാണ് പലരും കാണിക്കുന്നത്. അതുപോലെ യൂട്യൂബ് ചാനലുകൾ മൊത്തം എടുത്താലും, മുഖ്യധാര മാധ്യമങ്ങൾ എടുത്താലും, അവിടെ എല്ലാം തന്നെ ഈ എമ്പുരാൻ എന്നാണ് വരുന്നത്, അല്ല തുടരും തരംഗം തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തുടരും വിശേഷങ്ങൾ ഇവിടം കൊണ്ട് തീരുന്നില്ല. രാഗം തിയേറ്ററിലൊക്കെ ഞാൻ രാവിലെ തന്നെ പറഞ്ഞു, രാഗം തിയേറ്ററിലൊക്കെ ഷോയുടെ എണ്ണം കൂടുന്നു. ഒറ്റ തിയേറ്റർ ടിക്കറ്റ് കിട്ടാനില്ല. പ്രത്യേകിച്ച് രാഗത്തിൽ നേരത്തെ തന്നെ ഒരു ടിക്കറ്റും കിട്ടാനില്ലായിരുന്നു. ഇപ്പം ഇത് ഹെവി പോസിറ്റീവും കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ പിന്നെ പറയാനുമില്ല. ആ അവസ്ഥയിലേക്കാണ്. എല്ലാ തിയേറ്ററിലും ടിക്കറ്റ് ഫുൾ ബുക്കിങ്. ഞായറാഴ്ചത്തെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഞായറാഴ്ചത്തെ കാര്യം ഇപ്പം തന്നെ 1.5 കോടിക്കടുത്ത് പ്രീസെയിൽ വന്നിട്ടുണ്ട്. അപ്പം വൈകുന്നേരം കൃത്യമായിട്ട് അറിയാൻ പറ്റും നാളത്തെ കാര്യം. 1.5 അല്ല 2 കോടിക്കടുത്ത് പ്രീസെയിൽ വന്നിട്ടുണ്ട് എന്ന് വാർത്ത വരും. അപ്പം ഇന്ന് വൈകുന്നേരം 10 മണിയൊക്കെ ആകുമ്പോഴത്തേന് അറിയാൻ പറ്റും നാളത്തെ അവസ്ഥ എന്താണ്. ഒരുപക്ഷെ ഈ 2 ദിവസത്തേക്കാൾ കൂടുതലുള്ള ഒരു തുകയായിരിക്കാം നാളെ കിട്ടുന്നത്. നാളെ തിയേറ്ററിൻ്റെ എണ്ണം കൂടും, ഷോയുടെ എണ്ണം കൂടും. അങ്ങനെ എല്ലാം കൊണ്ടും ജനങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റിയ ഒരു ചിത്രമായി തുടരും എന്ന ചിത്രം മാറിയിട്ടുണ്ട്. ലാലേട്ടൻ്റെ ഇന്നേ വരെ കാണാത്ത വേറൊരു മുഖം. ലാലേട്ടനെ നമുക്കറിയാം. ഒരു ലാലേട്ടൻ ചിത്രത്തിൻ്റെ കളക്ഷൻ പൊട്ടിക്കാൻ മറ്റൊരു ലാലേട്ടൻ ചിത്രത്തിനെ കഴിയത്തുള്ളൂ എന്ന് നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. അത് സത്യമാകുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമാണെന്ന് നമ്മളെ വിമർശിച്ചുകൊണ്ടിരുന്നവർക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം പുതിയ വിശേഷങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും എത്താം. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ ഓക്കെ ബൈ.